പത്തനംതിട്ടയിലെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബി ജ്വല്ലറിയിൽ ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് നവ്യയുടെ കൂട്ടും ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ കനകയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം ജ്വല്ലറിയിൽ അബി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അനന്തപുരിക്കാർക്ക് അത് മോശത്തരവും അനന്തപുരിക്കാരെ തകർക്കാൻ നോക്കുകയും ചെയ്യും എന്നുള്ളത് കനകയ്ക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇത് തടയാൻ വേണ്ടിയിട്ട് നവ്യയോട് സത്യം പറയാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ നയനയോടും ആദർശനോടും പറയുന്നുണ്ട്. മോളെ, ഞാൻ അവളോട് സത്യം പറയാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവളെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അബിയുടെ കാര്യത്തിലൊരു തീരുമാനമാണെങ്കിൽ നവ്യ സത്യങ്ങളെല്ലാം അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ആ ഒരു സമയത്താണെങ്കിൽ ഞാൻ വളരെയധികം ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട്, ചേച്ചി ഇനി സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊന്നും അറിയില്ല. അമ്മ എന്തായാലും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോയാലോ, എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചേച്ചി എല്ലാം അറിഞ്ഞിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നവ്യയും നയനയും ആദർശും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ അബിയോട് ദേവയാനി, നീ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ സത്യങ്ങളും നവ്യയോട് തുറന്ന് പറയും, പിന്നെ അവൾ അറിഞ്ഞാലുള്ള കഥകൾ നിനക്കറിയാലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മായി അവൾ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, കൂടുതലൊന്നും ചെയ്യില്ല, നിന്നെ കൊല്ലുകയും ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ അബിയാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കനക നവ്യയെ വിളിച്ച് വരുത്തിയതനുസരിച്ച് നവ്യ അങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എന്നിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയാതിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി, ഇനിയെങ്കിലും സസ്പെൻസ് ഇടാതെ എന്നോട് ആ കാര്യം തുറന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പറയാൻ തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിരിക്കുന്നത്, അതറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഈ തീരുമാനത്തിൽ നിന്നൊക്കെ നീ താനേ മാറ്റം വരുത്തും, അതെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് കനക പറയുന്നുണ്ട്, നീയൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ചന്തുമോൾ ആദർശിൻ്റെ കുഞ്ഞാണെന്നല്ലേ, പക്ഷെ അതല്ല സത്യം. ചന്തുമോൾ നിൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ്, നിൻ്റെ ഭർത്താവിൽ അനഘയ്ക്കുണ്ടായ കുഞ്ഞ്. അവർ മുമ്പേ നിന്നെ കല്യാണത്തിന് മുമ്പൊക്കെ ആ പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. അങ്ങനെ അവളിൽ അബിക്ക് ജനിച്ച കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള ഒരു സത്യം തുറന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് നവ്യ. അപ്പോൾ അമ്മ എന്തൊക്കെയായി പറയുന്നത്, അമ്മ വെറുതെ ഓരോന്ന് പറയല്ലേ, അബി ജ്വല്ലറിയിൽ ചാർജ് എടുക്കുന്ന ദേഷ്യം കൊണ്ട് നിങ്ങൾ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയല്ലേ എന്നൊക്കെ പറയുമ്പം, തെളിവുകൾ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് DNA റിസൾട്ടിൻ്റെ ആ ഒരു ഇത് തൻ്റെ ഫോണിലൂടെ നവ്യക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എനിക്ക് ചില സംശയങ്ങളൊക്കെ അബിയെക്കുറിച്ച് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുമെന്നുള്ളത് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ തരിപ്പടിച്ച് ഷോക്കായിട്ട് ഒന്നും പറയാതെയും ഷോക്കായിട്ടൊന്നും മിണ്ടാതെയും ഇങ്ങനെ ആകെ തരിപ്പടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആരോടും മിണ്ടാതെ തീരുമാനം എടുത്തിട്ട് നവ്യ പോവുകയാണ്. മറ്റൊന്നല്ല, അബിയായിട്ട് കുറച്ച് കാലം ഒന്ന് വട്ടം കറക്കണം. എന്നെ ചതിച്ചതിന് പകരമായിട്ട് അവനെ ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ ചില കാര്യങ്ങളൊക്കെ അവനെക്കൊണ്ട് ചെയ്യിച്ചിട്ട് ഈ സത്യങ്ങൾ ആഞ്ഞടിച്ച് അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ച് അവനോട് തുറന്ന് പറയണം, എന്നെ ചതിച്ചവനല്ലേ, ഇനി ഞാൻ ഇങ്ങനെ വിടത്തില്ല. ഇത്രയും കാലം ഞാൻ എല്ലാവരെയും അവന് വേണ്ടിയിട്ട് സങ്കടപ്പെടുത്തുകയായിരുന്നു, പക്ഷേ ഇനി ഒരിക്കലും ഞാൻ അതിന് കൂട്ടു നിൽക്കത്തില്ല, അവനെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അബിയുടെ അടുത്തേക്ക് പോവുകയാണ്.